കാണുമ്പോൾ കൊക്കക്കോളയും പെപ്സിയൊക്കെ പോലെ തോന്നില്ലേ? അല്ലെങ്കിലും വല്ല പണിയും എടുക്കുമ്പോൾ കറണ്ട് വേണം, അതാണ് ശുഭലക്ഷണം. എൻ്റെ പവർ മെഷീൻ്റെ, അതായത് ഇൻഡസ്ട്രിയൽ മെഷീൻ ജാക്ക് F5ൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതാണ്. ഹൈ സ്പീഡിലും സാധാരണ മെഷീനിലൊക്കെ നമ്മൾ ഓയിൽ ക്യാൻ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറാണ്. ഇതിൽ പക്ഷേ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഓയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. മെഷീൻ വാങ്ങുന്ന സമയത്ത് ഓരോ 6 മാസം കൂടുമ്പോൾ മാറ്റാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഉപയോഗം പോലെ നല്ലോണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഓയിൽ നല്ലോണം കളർ മാറുമ്പോൾ ചേഞ്ച് ചെയ്യണമെന്ന്. ഞാനങ്ങനെ പെട്ടെന്ന് മാറ്റിയില്ല. ഓയിലിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ലോ ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് എണ്ണ കുറയുന്ന സമയത്ത് അതിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ക്രൂ ലൂസാക്കി കൊടുത്താൽ അതിൽ നിന്ന് സുഖമായിട്ട് ഓയിൽ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് പുതിയത് ഒഴിച്ചു കൊടുത്താൽ മതി. ആരെങ്കിലും ഉണ്ടായാൽ നല്ലത്, ആരും ഇല്ലെങ്കിലും ഇതൊക്കെ ചെയ്യാം. ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചതും ചെയ്തു കൊടുത്തതൊക്കെ അമ്മയുടെ ഹൈ സ്പീഡ് മെഷീനിലാണ്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഞാനൊരു മെഷീൻ വാങ്ങിയത് ഇതാണ്, പവർ മെഷീൻ. ഇതിന് 26,000 രൂപയായത് 2023 ഫെബ്രുവരി 17 വാങ്ങിയത്. ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളിലുണ്ടായ ഒരു റിംഗ് മാഗ്നറ്റൊക്കെ തിരിച്ചു വെച്ച്, കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ കൈ പോവും. വെള്ളത്തിൻ്റെ കളർ പോലെ ഇരുന്ന ഓയിലാണ് ഇപ്പോൾ കൊക്കക്കോള പോലെ കിട്ടിയത്.